കുറച്ച് കാര്യങ്ങളാണ് അല്ലെ. ആ മാറ്റം കൊണ്ട് സംഭവിച്ചിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും അതിൽ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഒരു ഇന്റർവെൻഷനും അതൊക്കെയാണ് നമുക്ക് ഈ റെഗുലേഷൻ ആക്ടും സെറ്റിൽമെന്റ് ആക്ടും ഒക്കെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുക, ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക, എങ്ങനെയാണ് ഈ ഒരു റെഗുലേഷൻ ആക്ടും അല്ലെങ്കിൽ ബാക്കി ഭാവിയിൽ വന്നിട്ടുള്ള എല്ലാ ആക്ടുകളും എങ്ങനെയാണ് വരുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് മെയിൻസിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ട്രാൻസിഷൻ ഫ്രം ട്രേഡിംഗ് ടു പൊളിറ്റിക്കൽ പവർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ, 4 ക്ലാസ്സസിൽ. ഷിഫ്റ്റ് ഫ്രം ദ കൊമേഴ്ഷ്യൽ ടു ടെറിട്ടോറിയൽ എന്റിറ്റി അല്ലെ. ബ്രിട്ടീഷുകാര് 1600-കളിൽ അല്ലെ ക്യൂൻ എലിസബത്തിന്റെ ചാർട്ടറുമായി വന്നു അല്ലെ, ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് ഇവഞ്ച്വലി അവര് നമ്മുടെ ഇന്ത്യ അല്ലെ പല രീതിയിലും അവരുടെ ഡോമിനൻസ് കാണിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അവരൊരു ഭാഗമായി മാറി അല്ലെ. സോ അങ്ങനെ ഇഷ്യൂസ് വിത്ത് ദി കമ്പനി അഡ്മിനിസ്ട്രേഷൻ അല്ലെ, ഈ പറഞ്ഞ പോലെ റോബർട്ട് ക്ലൈവിന്റെ സമയം